ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു ദിവസം കൂടി നല്ല ദൈവം നമ്മുടെ ജീവിതത്തെ നീട്ടിത്തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയുന്നതിലുപരി ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ലോകം മുഴുവനെയും മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വചനമായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളെ, വ്യക്തികളെ, അനുഭവങ്ങളെ ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചക പുസ്തകം 55-ാം അധ്യായത്തിൽ 10-11 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം നൽകുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അത് എന്തുദ്ദേശത്തോടെ കടന്നു വരുന്നുവോ ആ ഉദ്ദേശം ഫലപ്രദമായിട്ട് വിജയത്തിലേക്ക് കൊണ്ടുവരും. ദൈവമക്കളെ, ആകാശം തുറന്നും ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്ന ദൈവമായ കർത്താവ് അത് സസ്യങ്ങൾ മുളപ്പിച്ച് മനുഷ്യർക്ക് ആഹാരം പ്രദാനം ചെയ്തതുപോലെ ദൈവത്തിൽ നിന്ന് കടന്നു വന്ന യേശുവാകുന്ന വചനം, ആ വചനം മനുഷ്യ ഹൃദയങ്ങളിൽ വിത്ത് വിതരണം. അത് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ടാണ്. കർത്താവെ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ താഴ്വരകളിലേക്ക് യേശുവിൻ്റെ നാമം അത് കടന്നു വന്നാൽ അത് അനുഗ്രഹമാകും, അഭിഷേകമാകും. കർത്താവിൻ്റെ വലിയ കാരണത്തിന് മുമ്പിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം, ദേശത്തെ സമർപ്പിക്കാം, രാജ്യത്തെ സമർപ്പിക്കാം, സഭയെ സമർപ്പിക്കാം. ദൈവമക്കളെ, നമ്മൾ ഉണർന്നാൽ നമ്മുടെ രാജ്യം ഉണരും, നമ്മുടെ ദേശം ഉണരും, നമ്മുടെ കുടുംബം ഉണരും, നമ്മുടെ സഭ ഉണരും. ആ വലിയ വിശ്വാസത്തോടെ കർത്താവെ, അങ്ങയുടെ വചനമായ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം 28:8 പറയുന്നത് പോലെ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കളെ, ഇത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ മേഖലകളിൽ, നമ്മൾ അധ്വാനിക്കുന്ന ഓരോ കാര്യങ്ങളിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മക്കളിൽ, നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കുന്ന ദിവസമാണ്, മണിക്കൂറാണ്, നിമിഷമാണ്. നമുക്ക് വിശ്വസിക്കാം, നല്ല ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. ആ ദൈവവചനത്തിൽ പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസം ആ ദൈവകരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് വചനത്തിൻ്റെ കോട്ട കെട്ടി നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ രാജ്യത്തെയും, നമ്മുടെ ദേശത്തെയും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ മേഖലകളിലും വചനമായ ക്രിസ്തു അത് ലോകത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമായി, അഭിഷേകമായി, പ്രകാശമായി കടന്നു വരണം. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, ഈശോയുടെ വലിയ കാരുണ്യം പിതാവായ ദൈവത്തോട് ചേർന്ന്, പുത്രനായ ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാ ദൈവത്തോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, കാവൽ മാലാഖമാരോട് ചേർന്ന് ദൈവമേ ആയുസ്സുമാരോഗ്യം നീട്ടുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ഇന്നത്തെ ദിവസം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും നല്ല ദിവസം ആശംസിക്കട്ടെ.